എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരും അവിടെയുള്ളവരെല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. ചാപ്പയെ പോലും അവൻ ഇടിച്ചു തോൽപ്പിച്ചു. അത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ആ ഒരു ചൈനക്കാരനെ ആ മാർഷൽ ആർട്സ്മാൻ ഈസി ആയിട്ട് തൂക്കിയെടുത്ത് നിലത്തടിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ആൾക്കാരുമായി നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന ആ തലക്കെട്ടുകാരനെ അവൻ എടുത്തടിച്ച് അവന് വലിയ രീതിയിലുള്ള ഇഞ്ചറി സംഭവിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ അത് സഹിക്കില്ല. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും വീണ്ടും വീണ്ടും അവരുടെ ഓപ്പണൻസിനെ ഇനിയുമായിട്ട് പരാജയപ്പെടുത്തി ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബുൽമയാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. കാരണം ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാസ്റ്റർ റോഷിയെ കാണാനില്ല. മത്സരാർത്ഥികൾക്കിടയിലുള്ള ജാക്കി ചാനാണ് അവരുടെ മാസ്റ്റർ റോഷി എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. ബുൽമയാണെങ്കിൽ പന്നിക്കുട്ടനോട് ചോദിക്കും, നീ മാസ്റ്ററിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അതിനവൻ പറയും, ഞാൻ അല്പം മുൻപ് വരെ കണ്ടതാണ്, ഇപ്പൊ പെട്ടെന്ന് അദ്ദേഹം വാനിഷ് ആയി പോയി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മത്സരം നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കും. ഗോകു ആണെങ്കിൽ കൈയൊക്കെ കുത്തി കാല് മുകളിലേക്ക് ഉയർത്തി ആയിട്ട് നടന്ന് ട്രെയിനിങ് എടുക്കുകയാണ്. അതേസമയം ആ മാർഷൽ ആർട്സ് മാനും ആളുടെ മകനും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വീണ്ടും ഹാൻസം ബോയെ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് റിങ്ങിൽ വെച്ച് ആരാണ് പവർഫുൾ എന്ന് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് അത് ഞാൻ അവിടെ വെച്ച് തരുന്നു പറയും. ഇവിടെ നമ്മുടെ മുട്ടപ്പനാണെങ്കിൽ ആ ചെറിയ പയ്യന്റെ അടുത്തേക്ക് വരും. നീ ഒരുപാട് നേരമായി എന്നെ തുറച്ചു നോക്കുന്നു, നിന്റെ വായി നാക്കില്ലേ? നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറയും. ഉടനെ ആ പയ്യനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മുട്ടപ്പനെ മുട്ടയെന്ന് വിളിച്ച് കളിയാക്കും. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ അവനോട് അവന്റെ തലയിലെ ക്യാപ്പ് അത് റിമൂവ് ചെയ്യാനായിട്ട് പറയാണ്. അവന്റെ തലയിൽ ആകെയുള്ളത് ഒരൊറ്റ മുടിയാണ്. ഓ നോ, ഈ തലയിലുള്ള ഒറ്റ നാല് വെച്ചിട്ടാണോ നീ എന്നെ മുട്ടയെന്ന് വിളിച്ച് കളിയാക്കിയത്? നീ ഞാനും എല്ലാവരും മുട്ട തന്നെയാണെന്ന് പറയും. അത് കേട്ട പയ്യനാണെങ്കിൽ അപ്പനെ നോക്കി കോക്കറി കാണിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്ത് അവന്റെ തൊപ്പി അവന്റെ തലയിൽ വെച്ച് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ റാബിറ്റും പന്നിക്കുട്ടനും അവർ രണ്ടുപേരും മാസ്റ്റർ റോഷി അന്വേഷിച്ച് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും കയറി ഇറങ്ങി നടക്കുകയാണ്. റാബിറ്റാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തേടിയിട്ടും നമ്മുടെ മാസ്റ്ററിനെ മാത്രം കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ പന്നിക്കുട്ടനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാഷ്റൂമിലേക്ക് പോകും. അവൻ ആദ്യത്തെ ഡോർ ഓപ്പൺ ചെയ്യും. ഏതോ ഒരു ചേട്ടൻ വാഷ്റൂമിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. രണ്ടാമത്തതിൽ ആരോ കാര്യം സാധിക്കുകയാണ്. മൂന്നാമത്തതിൽ ഒരു പെൺകുട്ടി, അവളാണെങ്കിൽ ഇപ്പൊ പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കും. പന്നിക്കുട്ടനാണെങ്കിൽ സമാധാനിപ്പിച്ച് അകത്തേക്ക് പോകാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവൾ അറഞ്ചം പുറഞ്ചം അവനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. ഒരുപാട് വിഷമത്തില് പന്നിക്കുട്ടൻ തിരികെ വരും. അവനാണെങ്കിൽ ബുൽമയോട് ദേഷ്യപ്പെട്ട് പറയും, നീ കാരണമാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. മര്യാദയ്ക്ക് ഞാൻ ഈ മാച്ച് കണ്ട് ഇവിടെ നിന്നതാണ്. അതിന് ബുൽമ പറയും, ഞാൻ നിന്നോട് ലേഡീസ് ബാത്റൂമിൽ പോയി മാസ്റ്ററിനെ അന്വേഷിക്കാൻ പറഞ്ഞില്ല. നിനക്ക് കിട്ടിയ ഗിഫ്റ്റ് അത് നിന്റെ കയ്യിലിരിപ്പിൻ്റെതാണെന്ന് പറയും. ഉടനെ ആ മാർഷൽ ആർട്സ് മാസ്റ്ററിന്റെ എൽഡർ ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. മാസ്റ്റർ റോഷിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് കേട്ട് അവർ ഞെട്ടും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ഗോകുവിനാണെങ്കിൽ ആങ്കറിന് നല്ല പരിചയമുണ്ട്. ആളുടെ കോട്ടിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് സംസാരിച്ച് അവരാണെങ്കിൽ ഇപ്പൊ മത്സരത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യമായി ജാക്കി ചാനായിരിക്കും ലോട്ട് എടുക്കാനായിട്ട് ആള് അടുത്തേക്ക് വിളിക്കുക. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ജാക്കി ചാനെ കണ്ട് ആളുടെ മകനോട് പറയും, അദ്ദേഹമാണ് ലാസ്റ്റ് ടൈം മാച്ചിൽ ചാമ്പ്യനായി മാറിയത്. സോ നമുക്ക് അദ്ദേഹം ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും. അടുത്തായിട്ട് ഹാൻസം ബോയ് കാണേണ്ട താമസം ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആളുടെ മകനോട് പറയും, അവനുമായിട്ട് എനിക്ക് തന്നെ ഫൈറ്റ് ചെയ്യണം. അടുത്ത നിമിഷം ആ മകനാണെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ലൗഡ്സ് അങ്ങനെ നല്ല ഫോഴ്സിൽ ഷഫിൾ ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ഹാൻസം മാൻ ആണെങ്കിൽ കിട്ടുന്ന നമ്പർ അതൊന്ന്. അടുത്തതായിട്ട് മറ്റൊരുവൻ അവനും മത്സരിക്കാനായിട്ട് ലോട്ട് എടുക്കും. ആ പയ്യനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ലോട്ട്സ് ഷഫിൾ ചെയ്ത് അവനും ഒരു ലോട്ട് കൊടുക്കും. അടുത്തതായിട്ട് ആ മാർഷൽ ആർട്സ് മാൻ ആയിരിക്കും ലോട്ട് എടുക്കുക. ആ സമയവും ആ പയ്യനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിക്കും. മാർഷൽ ആർട്സ് മാൻ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടാമത്തെ നമ്പർ കിട്ടും. സോ അവന്റെ മാച്ച് അത് ഹാൻസം ബോയ് ആയിട്ടാണ്. അടുത്തതായിട്ട് നമ്മുടെ മൊട്ടപ്പൻ, അപ്പോഴും ആ പയ്യനാണെങ്കിൽ പവർ ഉപയോഗിച്ച് അവന് തേർഡ് റൗണ്ടിലേക്ക് ലോട്ട് ലഭിക്കുകയാണ്. ആ ചിന്ന പയ്യനാണെങ്കിൽ വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് അവരുടെ ടീമിലുള്ള വോൾഫിനെ ഇപ്പോ ജാക്കി ചാനുമായിട്ട് മത്സരിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. അടുത്തതായിട്ട് ആ ചെറിയ പയ്യൻ അവനാണെങ്കിൽ ലോട്ട് എടുക്കാനായിട്ട് അതിൽ കൈയിടും. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു നമ്പർ എടുക്കുകയാണ്. അവൻ ഫൈറ്റ് ചെയ്യേണ്ടത് അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മൊട്ടപ്പനുമായിട്ട്. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. മൊട്ടപ്പൻ അവനെ കയ്യിൽ കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവസാനമായിട്ട് ഗോകു ഒബിയസ്ലി കിട്ടാൻ പോകുന്ന നമ്പർ അത് 8ആണ്. പക്ഷെ ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ ലോട്ട് എടുത്തിട്ടില്ല, ഞാൻ ലോട്ട് എടുത്തതിന് ശേഷം അത് കൺഫേം ചെയ്യാന്ന് പറഞ്ഞ് അവൻ ലോട്ട് എടുക്കും. ഗോകു ആണെങ്കിൽ ആ നമ്പർ വായിക്കും, വാവ് അത് 8 തന്നെയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അത് കേട്ട് ആ മാർഷൽ ആർട്സ് മാനും ആളുടെ ആ ഒരു മകനും അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ
ക്കാൻ പോകുന്നവരുടെ പേരുകൾ ഒന്നുകൂടെ പറയാണ്. ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഹാൻസം ബോയും ആ മാർഷൽ ആർട്സ് മാനുമാണ്. രണ്ടാമത്തെ മാച്ച് ആ ആനിമലും ജാക്കി ചാനും തമ്മിൽ. മൂന്നാമത്തേത് ആ ഒരു ചിന്ന പയ്യനും നമ്മുടെ മൊട്ടപ്പനും. അവസാനമായിട്ട് ആ ചപ്പറത്തലയനും നമ്മുടെ ഗോകുവും. അവരാണ് ഏറ്റുമുട്ടേണ്ടത്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ജാക്കി ചാനോട് പറയും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, എല്ലാവർക്കും കറക്റ്റ് ഓപ്പണൻസിനാണ് കിട്ടിയത്. അതിന് ജാക്കി ചാൻ പറയും ഇത് ശരിക്കും ഒരു കോയിൻസിഡന്റ് തന്നെയാണ്. അതേസമയം ആ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ആളുടെ മകനെ അഭിനന്ദിക്കും. നീ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അത് കേട്ട് അവൻ വീണ്ടും ആ ലോഡ്സ് റൊട്ടേറ്റ് ചെയ്യാണ്. മാർഷൽ ആർട്സ് മാൻ പല്ല് കടിച്ച് അവനോട് അത് നിർത്താനായിട്ട് പറയും. ഉടനെ അവനത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഫൈനൽ മത്സരം കാണാനായിട്ട് എല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ ആ മത്സരം കാണാൻ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. പെണ്ണിനാണെങ്കിൽ അവരെങ്ങനെ ഇത്രയും ഫ്രണ്ടിലെത്തിയെന്ന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുക. അവളുടെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ എല്ലാവരെയും ഭയപ്പെടുത്തിയാണ് അവിടേക്ക് വന്നത്. എല്ലാവരും അവളെ ഭയത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോകു അവനാണെങ്കിൽ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് പോയിട്ടും ഇതുവരെ അവന്റെ ഫുഡിങ് മാത്രം കഴിഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ ആർത്തിയോട് കൂടെ കയ്യിൽ കിട്ടുന്ന ഫുഡ് എല്ലാം തന്നെ വലിച്ചു വാരി തിന്നുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് എൽഡർമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ മാക്സിമം വെറുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരാണെങ്കിൽ മിസ്റ്റർ റോഷിയെ കാണാത്ത വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആങ്കർ സ്റ്റേജിലേക്ക് വന്ന് ഇപ്പൊ മത്സരം തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് കൊടുക്കുക. ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ ഹാൻസം ബോയും ആ മാർഷൽ ആർട്സ് മാനുമാണ്. അവർക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ ഹൈപ്പൊക്കെ കൊടുത്ത് ഇപ്പൊ അവരെ വേദിയിലേക്ക് ക്ഷണിക്കും. ഇവിടെ ഗോകുവും മൊട്ടപ്പനും ആണെങ്കിൽ ദൂരത്തായിട്ട് മതിലിന് മുകളിൽ കയറി നിന്ന് ആ കാഴ്ച കാണുകയാണ്. ഉടനെ ആ ചിന്ന പയ്യൻ ആണെങ്കിൽ വീണ്ടും അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ കളിയാക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ സംസാരവും അവനെ കാണുന്നത് തന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള മണിയും ചെണ്ടയും ഒക്കെ തന്നെ വളരെ കാര്യമായിട്ട് മുഴങ്ങാണ്. ജനങ്ങൾക്കാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ ആവേശവും കൂടി വരും. അവരെല്ലാവരും ആർപ്പ് വിളിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ആ മാർഷൽ ആർട്സ് മാനോട് പറയും നിന്റെ ഇത്രയും കാലത്തെ അഹങ്കാരം അതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവാണ്. ഈ മാച്ചിലൂടെ തോൽവി എന്താണെന്ന് നീ അറിയും. അത് കേട്ട് ആ മാർഷൽ ആർട്സ് മാൻ അവൻ ഹാൻസം ബോയെ പുച്ഛിച്ചു പറയും ആരാണ് ഇവിടുന്ന് ഒരു പാഠം പഠിക്കുന്നതെന്നും ആരാണ് തോൽക്കാൻ പോകുന്നതെന്നും നമുക്ക് അധികം വൈകാതെ അറിയാം. ഓവർ കോൺഫിഡൻസ് അതൊന്നിനും നല്ലതല്ല. മൊട്ടപ്പനാണെങ്കിൽ തീർത്തു പറയും ഹാൻസം ബോയ് അവന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഹാൻസം ബോയ് അവനെ ഇടിച്ച് ഈഞ്ച പരുവാക്കും. നമ്മുടെ എല്ലാവരുടെയും ദേഷ്യം ആ മാർഷൽ ആർട്സ് മാനിലെ തീർത്ത് അവനെ തോൽപ്പിക്കും. പക്ഷെ ഗോകു പറയും നമ്മൾ കരുതും പോലെയല്ല, അവൻ വളരെ പവർഫുൾ ആണ്, ഞാൻ ഓൾറെഡി അവനുമായിട്ട് ഫൈറ്റ് ചെയ്താണെന്ന് പറഞ്ഞ് ഗോകു ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് താഴെ വീണ ഗോകുവിന് ഒരുപാട് വിശന്ന് അവൻ ചുറ്റും നോക്കും. ആ സമയം വീണ്ടും മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ സർവ്വശക്തി എടുത്ത് ഗോകുയെ പഞ്ച് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ തെന്നിമാറും. പക്ഷെ അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയ ട്രീ അത് തകർത്ത് ഗോകുവിന്റെ ദേഹത്തേക്കിടും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഗോകു പറഞ്ഞ സ്റ്റോറിയൊക്കെ കേട്ട് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പൻ അവൻ ഷോക്ക് ആവുകയാണ്. ഇവിടെ വോയിസ് മ്യൂസിക്കൽ ലൈറ്റും റൈസപ്പ് ആവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫൈറ്റ് തുടങ്ങുകയാണ്. ആ മാർഷൽ ആർട്സ് മാൻ അവൻ ചാടി വന്ന് ഇപ്പോൾ ഹാൻസം ബോയ് അറഞ്ചം പഞ്ച് ചെയ്യും. ഹാൻസം ബോയ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് അവനോട് പൊരുതാണ്. അവന്റെ ഓരോ പഞ്ചിൽ നിന്നും ഈസി ആയിട്ട് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ചെറിയ പയ്യൻ അവൻ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കും. ജനങ്ങൾക്കാണെങ്കിൽ അടക്കാൻ പറ്റാത്ത അത്രയും ആകാംക്ഷയും ആരവും അവരാണെങ്കിൽ അതൊട്ടും കുറവ് വരുത്താതെ അറിയിച്ചു കൊണ്ടേയിരിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ഫ്ലൈ ചെയ്തു പോയി അങ്ങനെ റിട്ടേൺ വന്ന് അവനെ ആഞ്ഞു കിക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ കൈ ക്രോസ് വെച്ച് ഹാൻസം ബോയുടെ കിക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഹാൻസം ബോയ് തെറിച്ചു പോയി കുട്ടിക്കരണം മറിഞ്ഞ് ലാൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും പൊരിഞ്ഞ് അട്ടികിട്ടി ബഹളം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയെ തട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം അവന്റെ മുഖത്ത് പഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ നിരങ്ങി ഓരോരോ പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. അത് കണ്ട ആ മാർഷൽ ആർട്സ് മാനും മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോയി. അവർ രണ്ടുപേരും എയറിൽ നിന്ന് പൊരിഞ്ഞ പോരാട്ടം. ഹാൻസം ബോയുടെ പഞ്ചില് നഷ്ടപ്പെട്ട് താഴേക്ക് വീണ ആ ഒരു മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ അടുത്ത മൂവ്മെന്റ് തയ്യാറായി കഴിഞ്ഞു. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ഈ ഒരു മത്സരം കണ്ട് ഒരുപാട് ആകാംക്ഷയും ആവേശവും കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഗോകുവിനും മൊട്ടപ്പനും. ഹാൻസം ബോയും അതുപോലെ മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും പരസ്പരം അവരുടെ കഴിവുകൾ അത് തിരിച്ചറിയാണ്. രണ്ടുപേരും നിസ്സാരക്കാരല്ല എന്ന് അവർ മനസ്സിലാക്കി വീണ്ടും അവർ വമ്പൻ ആക്ഷൻ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ആങ്കർ ആണെങ്കിൽ സെക്ഷൻ ഫൈറ്റിന് വേണ്ടി വമ്പൻ ഹൈപ്പ് കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.